ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഈസി പ്രഷർ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. അതും ബ്രാഹ്മിൻ സ്റ്റൈൽ വെജിറ്റബിൾ കുറുമയാണ്. നമ്മൾ ഈ കുറുമയിൽ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പറയാലോ, സവാളയുടെയും ഒക്കെ വില അറിയാലോ. ഈ കുറുമയിലൊന്നുമില്ല, വെളുത്തുള്ളിയില്ല, സവാളയില്ല, ഒന്നുമില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനുള്ള അരപ്പ് തേങ്ങയും പൊരികടലയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അപ്പം ഈ ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഈ ബ്രാഹ്മിൻ സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ ഈ കുറുമ പ്രഷർ കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വേറെ പാത്രങ്ങളൊന്നും വേണ്ട, ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ബ്രാഹ്മിൻ സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഐറ്റംസിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോയി ക്ലിക്ക് ചെയ്തിട്ട് വേണ്ടത് വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രാഹ്മിൻ സ്റ്റൈലിലുള്ള വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വെളുത്തുള്ളിയില്ല, സവാളയില്ല, അല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ കഷ്ണങ്ങൾ വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-20 ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ക്യാരറ്റും അതും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇനി അരയ്ക്കാനുള്ളത് നമ്മളത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അരച്ച മസാല റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്തിട്ട് ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ബ്രാഹ്മിൻ സ്റ്റൈൽ കുറുമയാണ് ഇത്, വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലോട്ട് 1/4 കപ്പ് ചെറിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വലിയൊരു ടേബിൾ സ്പൂൺ പൊരികടല അല്ലെങ്കിൽ പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കണം. വലിയൊരു ടേബിൾ സ്പൂൺ വേണം. കണ്ടോ, ഏകദേശം ഒരു 5 ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് സാധാരണ ജീരകം ഒരു 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ നമുക്ക് വേണ്ടത് കരിഞ്ജീരകമില്ലേ, സാധാരണ ജീരകമല്ല, പെരിഞ്ജീരകമല്ല, കരിഞ്ജീരകം വേണ്ടി വാങ്ങാൻ കിട്ടും, അതാണ് വേണ്ടത്. അതും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, അതും കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു 5-6 സ്ട്രാൻഡ്സ് ഒരു 1-2 ടേബിൾ സ്പൂൺ വരണ മാതിരി കട്ട് ചെയ്തിട്ട് വരുമ്പോൾ 5-6 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ വരും. അത് മല്ലിയില, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് കൂടെ നമുക്ക് കുറച്ച് പുളിയും ആഡ് ചെയ്ത് കൊടുക്കണം, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ. ഇപ്പോൾ കുരു ഉണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് ആഡ് ചെയ്തോളൂ. അപ്പോൾ പുളിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇത്രയും മതി. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്യാം, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വരണ മാതിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞുടനെ നമുക്ക് അതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയൊരു കഷ്ണം പട്ട, പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത്, കറിവേപ്പില, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആ മസാല ആഡ് ചെയ്ത് കഴിഞ്ഞ് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എണ്ണ ആദ്യം ഒന്ന് ചൂടാവട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി. ഇതിലോട്ട് ഞാൻ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടട്ടെ. ഇതിലോട്ട് ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്, കാരണം നല്ല ചൂടായതുകൊണ്ട്. ഇതിലോട്ട് കറിവേപ്പില ഒന്ന് കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, പച്ചമുളക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച മസാല. അപ്പോൾ മസാല നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം മസാലയൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി എടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി കുക്കർ അടയ്ക്കുക. 1-2 വിസിൽ വരുന്നവരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. കുക്കർ അടയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 2-3 വിസിൽ വരട്ടെ. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡിയായി. ഇനി ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഒരു പാത്രത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ നീർദോശയുടെ ഒപ്പമാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും ട്രൈ ചെയ്യാം. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കൂടെ കഴിക്കാം. ഓക്കെ. ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.